ഹലോ ഗൈസ്, എല്ലാവർക്കും ക്യാച്ച് ഫിഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫിഷിംഗ് ട്രിപ്പ് ചെല്ലാനത്തേക്കുള്ള ബ്രാവോയും കൊയിലോൺ ട്രേഡിംഗ് കമ്പനിയും കൂടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആർ യു റെഡി ഗൈസ്? ചെല്ലാനത്തേക്കുള്ള നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കാപ്പിൽ ബീച്ചിൽ നിന്നാണ്. 25 പേരടങ്ങുന്ന നമ്മുടെ ടീമിന് കംഫർട്ടായി പോകാൻ പറ്റിയ ഡാഡി വിൽസനും വളരെ കൂളായിട്ടുള്ള അതിലെ ക്രൂയും നേരത്തെ തന്നെ ഇവിടെ സെറ്റ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ തന്നെ നടക്കാൻ പോകുന്ന ഫസ്റ്റ് ഫിഷിംഗ് ട്രിപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ടീം അത് എല്ലാ അർത്ഥം കൊണ്ടും വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഒരേ ഒരു ടാസ്ക് ഉള്ളത് ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ് എന്നത് മാത്രമാണ്. സൂര്യ ചിറങ്കേരി ഹരി കൊല്ലം വർക്കല. കൃത്യം 10:30 നമ്മൾ സ്പോട്ടിൽ നിന്നും വണ്ടി തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള ഫുഡ് നമ്മൾ തട്ടടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ഓച്ചിറയിലുള്ള ഈ ഒരു ചേട്ടന്റെ കടയാണ് അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫുഡിങ്ങിന് ശേഷം തിരിച്ച് സമയം ഏകദേശം ഒരു 3:30 മണി കഴിഞ്ഞതോടെ നമ്മൾ ചെല്ലാനം ഹാർബറിൽ എത്തിയിട്ടുണ്ട്. സ്പോട്ടിലെത്തിയപ്പോൾ എല്ലാവരുടെ മനസ്സിലും ചെറിയൊരു ടെൻഷൻ. കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, മാത്രമല്ല ചെറിയ രീതിയിൽ മഴയും പൊടിയുന്നുണ്ട്. ഇവിടെ നിന്ന് മുട്ടിലേക്ക് നടക്കാനായി കുറച്ച് ദൂരമുണ്ട്. മാത്രമല്ല മുട്ടിൽ ചെന്ന ശേഷം മഴ പെയ്യുവാണെങ്കിൽ നിന്ന് നനയാന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. ടോർച്ചിന്റെ വെട്ടം അടിച്ചിട്ടുള്ള മുട്ടിലേക്കുള്ള യാത്ര അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പരിചിതമല്ലാത്ത റിസ്കി ആയിട്ടുള്ള ഒരിടത്ത് ടോർച്ചിന്റെ വെട്ടം കൊണ്ട് രാത്രിയുള്ളൊരു യാത്ര സംഭവം സത്യത്തിൽ വേറൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. മുട്ടിലെത്തിയ ശേഷം നല്ലൊരു സ്പോട്ട് നോക്കി എല്ലാവരും ഇവിടെ സെറ്റിൽ ആവുകയാണ്. ചൂണ്ടയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരുന്ന് സെറ്റ് ചെയ്ത് രാവിലെ കൃത്യം 7 മണിക്ക് നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ രാവിലെ തന്നെ നമുക്കൊരു 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ എടുത്തൊഴിക്കുന്ന രീതിയിലുള്ള മഴയും അതിന്റെ കൂടെ നല്ല പൊളപ്പൻ ഇടിയും. സത്യത്തിൽ ഇവിടെ മിന്നലടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം മിക്ക ആൾക്കാരുടെ മുടി മുള്ളമന്നി പോലെ പൊങ്ങി ഏറെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ആയതുകൊണ്ട് തന്നെ ഇത് ഇത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് സത്യത്തിൽ നമുക്കറിയില്ലായിരുന്നു. കൗതുകത്തോടെ ഉള്ള ഒരു തമാശയായിട്ടാണ് മിക്ക ആൾക്കാരും ഈ ഒരു സംഭവം കണ്ടിരുന്നത്. പിറ്റേന്ന് നെറ്റിൽ തപ്പുമ്പോഴാണ് ഇതുപോലെ പ്രതിഭാസം ഉണ്ടാവുന്ന ഏരിയയിൽ 100% മിന്നലടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നും എത്രയും വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അന്ന് അവിടെ മിന്നലടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രാവോയും കൊയിലോൺ ട്രേഡിംഗ് കമ്പനിയും കൂടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രൈസുകളാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മീൻ പിടിക്കുന്ന ആൾ, അതിന് ഏത് മീനും ആയിക്കോട്ടെ, എത്ര ചെറിയ മീനും ആയിക്കോട്ടെ, മൊത്തമായാലും പടലായാലും എന്ത് മീനെ പിടിച്ചാലും ഫസ്റ്റ് മീൻ പിടിക്കുന്ന ആൾക്ക് ഒരു റോഡുണ്ട്. ഒരു റോഡും ഒരു ഗ്രിപ്പറും ഒരു ഫ്രോഗും സമാനമായിട്ടുണ്ട്. അത് ഫസ്റ്റ് മീൻ പിടിക്കുന്ന ആള് നമ്മുടെ മനുബ്രോ അല്ലെങ്കിൽ ആ വോളണ്ടിയർ ആയിട്ട് നമ്മൾ ആ ഗ്രൂപ്പിലിട്ട ആരെങ്കിലും ഒരാളെ കൊണ്ട് നിങ്ങൾ ആ മീനിനെ കൊണ്ട് കാണിക്കണം. പിന്നെ രണ്ടാമത്തത് നമുക്ക് ലാസ്റ്റ് മാത്രമേ നമ്മൾ ഇത് പ്രഖ്യാപിക്കത്തുള്ളൂ. കാരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന, കൂടുതൽ വെയിറ്റ് കേജ് തൂക്കി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കേജ് മീൻ പിടിക്കുന്ന ആളുമാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാം പോയി നിങ്ങളുടെ പ്ലേസിൽ സെറ്റ് ആവണം. എന്നിട്ട് നമ്മളൊരു വിസിൽ തരും. ആ വിസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വിസിൽ വരുമ്പോൾ മാത്രമേ ഇട്ട് തുടങ്ങാവൂ. നീയാണോ ഭാഗ്യവാൻ?
ഇത്രയും പേര് ഇവിടെ റോഡ് ഉപയോഗിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രോ മാത്രം, നമ്മുടെ അരുൺ ബ്രോ, ഹാൻഡ് ലൈൻ ഉപയോഗിച്ച് കായലിന്റെ സൈഡിൽ നിന്നും ഫസ്റ്റ് മീനെ അടിച്ച് തൂക്കിയിരിക്കുകയാണ്. ഗൈസ്, മഴയ്ക്ക് ശേഷം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണിയാണ് ഈ രണ്ടാമത് വന്നിരിക്കുന്നത്. സംഭവം ഒരു ബാച്ച് ഡോൾഫിൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡോൾഫിനുകൾ വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ ഏരിയയിലുള്ള വലിയ മീനുകളെല്ലാം മാറിപ്പോയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഡോൾഫിനുകൾ ഈ മീനുകളെ ഹണ്ട് ചെയ്യും. അതുകൊണ്ട് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഫിഷിന്റെ ആക്ടിവിറ്റി ഈ ഒരു ഏരിയയിൽ കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലൂറിലും ഷാഡിലും എല്ലാം വലിയ റിസൾട്ട് കാണാത്ത നമ്മുടെ ആംഗ്ലേഴ്സിൽ കുറെ പേരും ബേറ്റ് ഫിഷിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. പാവങ്ങളുടെ സാൽമൺ. പരിചിതമല്ലാത്ത ഈ ഒരു സ്പോട്ടിൽ വന്ന് ഫിഷ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതലായി നമുക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് JD ബ്രോസിൽ നിന്നാണ്. ഈ ഒരു ട്രിപ്പിലൂടെ ഇവരെ ഒന്ന് നേരിട്ട് കാണാനും പരിചയപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ആംഗ്ലേഴ്സിനായിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് JD ബ്രോസിന്റെ സ്വന്തം ആശാനാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ മത്സരത്തിൽ നമ്മളെ കാണാനായിട്ട് നമ്മുടെ സ്വന്തം ബ്രോ എത്തിയിട്ടുണ്ട്. നമ്മളെ JD ഫിഷിംഗ്. മഴ, വെള്ളം, വാട്ടർ കണ്ടീഷൻ ചേഞ്ച് നമുക്ക് അഗെയിൻസ്റ്റ് ആണ്. ഇവിടെ മഴയായിരുന്നു, പക്ഷേ കുറച്ച് തെളിഞ്ഞാണ്ട് എന്തെങ്കിലും അടിക്കാൻ ചാൻസ്. നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഫുഡ് ഉൾപ്പെടെ ഭയങ്കര സപ്പോർട്ട്. അടിപൊളി. എല്ലാവരും ഇതുപോലെ ഫിഷിംഗ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. സന്തോഷമുള്ളതുകൊണ്ടാണ് നമ്മൾ അത് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇന്നലെ കഷ്ടപ്പെട്ടു വന്നു, പക്ഷേ വാട്ടർ കണ്ടീഷൻ്റെ ഒരു പ്രശ്നം. അടുത്ത പ്രാവശ്യം പൊളിക്കാം. വിളിച്ചിട്ടൊക്കെ വാ, നമുക്ക് അടിപൊളിയാക്കാം. ഗൈസ്, ഉച്ചയ്ക്ക് നമ്മുടെ മത്സരം ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഫുഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. ഒരു ആട്ടോ ഇവിടെ കൊണ്ട് നിർത്തി കണ്ടപ്പോൾ സംഗതി നമുക്കുള്ള വലിയൊരു സർപ്രൈസ് ആണെന്ന് അറിഞ്ഞില്ല കേട്ടോ. എറണാകുളം സ്പെഷ്യൽ കായിട്ട ബീഫ് കറി. നമ്മുടെ ടീമിലുള്ള മിക്ക ആൾക്കാരും ഇത് ആദ്യമായി ട്രൈ ചെയ്യാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഏരിയയിലുള്ള രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന ഈ ഒരു സ്പോട്ട് സത്യത്തിൽ വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് കോമ്പറ്റീഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ചെന്നപ്പോൾ തന്നെ മഴയും, അത് കഴിഞ്ഞിട്ട് നല്ല വെയിലും, മീനാണെങ്കിൽ ഒട്ടും അടിക്കുന്നതില്ല, നല്ല കലങ്ങിയ കടൽ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ ഒരു മോശപ്പെട്ട ദിവസമാണ് നമ്മൾ ചെന്നത്. എന്നാലും എല്ലാവരും അവരെ ബെസ്റ്റ് ട്രൈ ചെയ്തു കേട്ടോ. മീൻ പിടിക്കാനായിട്ട് എല്ലാവരും അവരെ ബെസ്റ്റ് ട്രൈ ചെയ്തു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മീനെ അടിച്ചു കയറ്റിയിരിക്കുന്നത് നമ്മുടെ അരുൺ ബ്രോ ആണ്. അപ്പോൾ അരുൺ ബ്രോയ്ക്ക് നമ്മുടെ ബ്രാവോയുടെ വക സമ്മാനം. സെക്കൻഡ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ kg മീനെ പിടിച്ചതാണ് നമ്മുടെ പ്രവീൺ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഫിഷിംഗ് ട്രിപ്പ് നമ്മൾ ചെല്ലാനത്ത് വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.